ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നും കാറിലായിപ്പോയി നമ്മുടെ ന്യൂസ്. കൂടാതെ പ്രീ മാർക്കറ്റും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രീ മാർക്കറ്റ് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഡേ ഹൈ 24,750. ആ ഒരു ഡേ ഹൈയിൽ നിന്ന് 200-ലേറെ പോയിന്റ് ഫോൾ രേഖപ്പെടുത്തി. സെൻസെക്സ് ആവട്ടെ 500-ൻ്റെ അടുത്ത പോയിന്റും, ബാങ്ക് നിഫ്റ്റിയും അതിലേറെ ഫോള് രേഖപ്പെടുത്തി. ഇന്നലെ ഉണ്ടാക്കിയ ഒരു ശക്തമായ റാലി ഇന്നും അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മൾ മാർക്കറ്റിൽ ഫസ്റ്റ് ഹാഫ് കണ്ടത്. അതിശക്തമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ഒരു സെൽ ഓഫ് കാണുന്നു. ഡേ ഹൈയിൽ നിന്ന് 200-ലേറെ പോയിന്റ് മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഫോള് രേഖപ്പെടുത്തിയെന്ന് വേണം പറയാൻ. കാരണം ഫിനാൻഷ്യൽ സെക്ടേഴ്സ് വളരെയധികം വീക്കായിരുന്നു. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടേഴ്സ്, IT സെക്ടർ, കൂടാതെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കും വീക്കായിരുന്നു. പ്രൈവറ്റ് സെക്ടറിൽ എടുത്തു പറയാനാണെങ്കിൽ HDFC, കൊഡാക് ബാങ്ക്, ICICI വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. PSU സെക്ടറിൽ നോക്കുകയാണെങ്കിൽ SBN പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനിയിപ്പോൾ പിടിച്ചു നിന്നിട്ടുള്ളത് ടാറ്റ സ്റ്റീലും GSW സ്റ്റീലുമാണ്. കൂടാതെ തന്നെ റിലയൻസും പിടിച്ചു നിന്നിട്ടുണ്ട്. കൂടാതെ ഫാർമ കമ്പനീസിന് ഫർദറായിട്ടുള്ള ഒരു താരിഫ് ഫിയർ എല്ലാം തന്നെ സിപ്ല, ഡോക്ടർ റെഡ്ഡി പോലെയുള്ള സ്റ്റോക്കിൽ ഇന്ന് ഇടിവിന് കാരണമായി. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും റിലയൻസ് 1% ഒരു റാലിയാണ് നിഫ്റ്റിക്ക് വളരെയധികം സഹായകമായിട്ടുള്ളത്. റിലയൻസിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, റിലയൻസിന് അവരുടെ പുതിയ റിന്യൂവബിൾ എനർജി ബിസിനസ് $25 ബില്യൺ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറോട് കൂടിയിട്ട് കൈവരിക്കുമെന്ന് അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കറിംഗ് സ്ഥാപനം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെട്ടു. കൂടാതെ തന്നെ മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തു റിലയൻസിന്. അപ്പോൾ ഈ റിലയൻസിൻ്റെ ഈ ഒരു എനർജി സെക്ടറിൻ്റെ ആ ഒരു പെർഫോമൻസ് മറ്റ് എനർജി സെക്ടറിലുള്ള മറ്റ് എനർജി കമ്പനീസായിട്ടുള്ള NTPC, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസിൽ ഇന്ന് ഒരു റാലിക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ന് അദാനി പോർട്ടിലേക്ക് വരുമ്പോൾ അദാനി പോർട്ടിൻ്റെ കാർഗോ വോളിയം 41.9 മില്യൺ മെട്രിക് ടണ്ണിലേക്ക് ഉയർന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് അദാനി കമ്പനിയെ സംബന്ധിച്ചുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കണ്ട ഒരു വലിയൊരു ചേഞ്ച് ഇന്ന് മാർക്കറ്റിൽ കണ്ടത് ഷുഗർ സ്റ്റോക്കിലാണ്. ഷുഗർ സ്റ്റോക്കിൽ എത്തനോളിൻ്റെ പ്രൊഡക്ഷൻ കർബ്സ് ഗവൺമെൻറ് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ഷുഗർ കമ്പനീസായിട്ടുള്ള രേണുക ഷുഗേഴ്സ് അല്ലെങ്കിൽ ദാംബർ ഷുഗേഴ്സ് പോലെയുള്ള ഷുഗർ കമ്പനീസിന് അത് സഹായകമായിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ പെട്രോളിലെല്ലാം തന്നെ എത്തനോളിൻ്റെ അംശം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പെട്രോളിൻ്റെ പ്രൈസ് മേ ബി കുറഞ്ഞേക്കാമെങ്കിൽ കൂടിയും വാഹനങ്ങളുടെ ആ ഒരു നിലനിൽപ്പ് ഇതിനെല്ലാം തന്നെ എത്തരത്തിൽ ബാധിക്കുമെന്ന് ആക്ച്വലി വാഹന നിർമ്മാണ കമ്പനീസ് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ എല്ലാം തന്നെ ഈ ഇൻഷുറൻസ് പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ സത്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്സൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സമയക്കുറവുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കൂടാതെ ഇന്ന് മാർക്കറ്റ് ഫോളോ ആവാനായിട്ടുള്ളൊരു വേറൊരു കാരണം HSBC എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഇന്ത്യൻ മാർക്കറ്റ് ഒരു റിസ്ക് പൊട്ടൻഷ്യൽ 4 പോയിൻറ്റ്സ് അവർ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏണിങ്സ് കൂടാതെ തന്നെ താരിഫ് മറികടക്കാനായിട്ട് പുതിയ GST റീഫോംസ് മതിയാകുമോ, എക്സ്പോർട്ടിൻ്റെ ഒരു കുറവ്, അങ്ങനെ ഒരുപാട് 4 പോയിൻറ്റ്സാണ് പ്രധാനമായിട്ടും HSBC ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് ഇന്നത്തെ ഒരു ഇടിവിന് ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് കണ്ട ഒരു പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം PM മോഡി നമ്മളുടെ സെമികോൺ 2025 ഈവൻറ്റ് ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. IT മിനിസ്റ്റർ ഉൾപ്പെടെ ഈ ഒരു ഇനാഗ്രേഷനിൽ പങ്കെടുത്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലെ AI സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും സൗദി ഉൾപ്പെടെയുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് സൗദി ഉൾപ്പെടെ വലിയ തോതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നത് AIയിൽ. സൗദിയും US നേരിട്ട് ധാരണയൊക്കെ ആയിട്ടുണ്ട്. സൗദി US ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, US സൗദിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ വലിയ സാധ്യതകൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെമികോൺ ഇന്ത്യ 2025 ഇനാഗ്രേറ്റ് ചെയ്തു. നമ്മൾക്കും ബ്ലാക്ക് റോക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് എല്ലാം തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇനി പിന്നീട് പങ്കാളികളായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. കൂടാതെ തന്നെ ഈ GST റീഫോംസ് എല്ലാം തന്നെ ഇന്ത്യൻ ഹോട്ടൽ ഇൻഡസ്ട്രീസിന് അത് പുത്തൻ ഉണർവ് ഉണ്ടാവുമെന്ന് ഇന്ത്യൻ ഹോട്ടലിൻ്റെ CEO എല്ലാം തന്നെ അഭിപ്രായപ്പെട്ടു. ഇനിയിപ്പോൾ
ഇന്ത്യയും യു എസും തമ്മിലുള്ള ഈ ഒരു ട്രേഡാണല്ലോ ഇപ്പോൾ പ്രശ്നത്തിലായിട്ടുള്ളതും. ഈ ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നതും, നമ്മുടെ പി എം മോഡി ചൈനയായിട്ട് ധാരണയിലെത്തുന്നതും, സെയിം ടൈം യുക്രൈനായിട്ടും റഷ്യയായിട്ടും ഈ ഒരു യുദ്ധത്തിലെല്ലാം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഒരു ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു സഹകരണമൊക്കെ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. ഈവൻ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റും ഇന്ത്യ നിരോധിച്ച ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതേസമയം തന്നെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ ചർച്ചകളെല്ലാം തന്നെ ട്രേഡ് ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പീയൂഷ് ഗോയൽ, നമ്മുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ മിനിസ്ട്രി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അഭിപ്രായമുള്ളത്. എന്നിരുന്നാലും കൂടി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് അത്ര പോസിറ്റീവ് അല്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ മാർക്കറ്റ് ഏകദേശം 1.5% ഒരു ഒരു ഇടിവ് കാണുന്നുണ്ട്. ഇന്ത്യൻ റുപ്പീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ഇന്നലത്തെ ഫോളിൽ നിന്ന് കഷ്ടിച്ച ഒരു 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 പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ റുപ്പീസ് വീക്കാണ്. 88 മറികടന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നു. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളൊക്കെ പോകുകയാണെങ്കിൽ TCS, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിംഗ് IT കമ്പനീസിന് $550 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു. ഗ്ലെൻമാർക്ക് ഫാർമ, സൈഡസ് ഫാർമ, ഈ 2 കമ്പനീസും ഫാർമ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനീസാണ്. ഇതിൽ ഗ്ലെൻമാർക്ക് ഫാർമ ബ്രസ്റ്റ് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ലോഞ്ച് ചെയ്തു. അതുപോലെ സൈഡസ് ഫാർമ പുതിയൊരു മെഡിസിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. NSTL ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയതും, ഈവൻ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയതിന് ശേഷം ആളുകൾ പിന്നാലെ പോയി ബൈ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് NSTL. അപ്പോൾ 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസാണ് നമുക്കുള്ളത്, CDSL NSTLും. അപ്പോൾ ഈ NSTLിൻ്റെ ലോക്കിൻ പീരീഡ് നാളെ, അതായത് ബുധനാഴ്ച തീരുമെന്നുള്ളതാണ്. ലോക്കിൻ പീരീഡ് തീരുക അതുവഴി കുറച്ച് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്സ് കമ്പനീസ് എല്ലാം തന്നെ ഇത് വിൽക്കാനായിട്ട് എലിജിബിൾ ആകും എന്ന് കരുതി സ്റ്റോക്ക് ഫോൾ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് എലിജിബിൾ ആകും, അവർക്ക് വേണമെങ്കിൽ ബൾക്ക് ബ്ലോക്ക് ഡീലുകളൊക്കെ നടത്താനായിട്ട് പറ്റുമെന്നുള്ള ഒരു 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 കാര്യമാണുള്ളത്. ഇനി ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, അവർ 200 ബെഡ് പുതിയ ഹോസ്പിറ്റലാണ്, അത് ഹോസ്പിറ്റൽ ചെയിനാണ്. അപ്പോൾ PR ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 200 ബെഡ് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ കപ്പാസിറ്റിയുള്ള പുതിയ ഹോസ്പിറ്റൽ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. അതുപോലെ ജീനസ് പവർ കമ്പനി, അവർ ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഈ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ മാർക്കറ്റ് 1.5%, മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് എല്ലാം തന്നെ തുടരുന്നത്. നമുക്ക് ഈ ഒരാഴ്ച പ്രധാന ഈവൻ്റൊന്നും ഇല്ല, പക്ഷേ US നിന്ന് പ്രധാന ഈവൻ്റ് ഉണ്ട്. നാളെ നമുക്ക് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ US പല പല ഡേറ്റാസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും. ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ പോകാം, IPO, ഡിവിഡൻഡ്, ഗ്ലോബൽ ഈവൻ്റ് തുടങ്ങിയ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ₹1 പോലും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് അത് അവൈലബിൾ ആണ്. എല്ലാവർക്കും അവൈലബിൾ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ ആളുകൾക്കും എത്തിക്കുക. ന്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ന്യൂസിലൊന്നും പറയുന്നില്ല എന്നുള്ളൂ, പക്ഷേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ന്യൂസുകൾ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. അത് മറ്റുള്ള ആളുകൾക്ക് അത് ഉപകാരമാകും. നിങ്ങൾ ചെയ്യുന്നതൊരു നല്ല കാര്യം തന്നെയാണത്. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.